ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ ഇപ്പോൾ ഉള്ളത് പ്രശസ്ത ബിരിയാണി വെപ്പുകാരൻ ക്രൊണാളാണ്. സാറിന് ഈ ബിരിയാണിയിൽ ഇഷ്ടമില്ലാത്ത എന്താണ്? ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അതിൻ്റെ ഇടയിൽ ഈ ഗ്രാമ്പു, ഏലക്ക, ഈ പട്ട അങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമ്മൾ ഇടയ്ക്ക് അറിയാതെ നമ്മൾ കഴിച്ചു പോകും. അപ്പോഴത്തേക്കൊരു വല്ലാത്തൊരു ഫീലാണ്. അത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. പിന്നെ അത് പോയിട്ട് എനിക്ക് ബിരിയാണിയിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബിരിയാണിയിൽ ഈ ആണി എന്നുള്ള പദം ഉണ്ടല്ലോ, അതെന്തിനാണ് ഈ ആണി എന്നുള്ള പദം? ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഈ ആഹാരത്തിന് വേറെ എന്തെല്ലാം പേര് നൽകാം? ബിരി മൃദുലം, ബിരിച്ചോറ്, ബിരി രുചി, ഇങ്ങനെയുള്ള പേരുകളൊക്കെ നൽകുക എന്നുള്ളതാണ്. അപ്പൊ ഈ ആണി എന്നുള്ള പദത്തിനോട് എനിക്ക് താല്പര്യമില്ല. ബിരിയാണിയെ കുറിച്ച് ജനങ്ങളോട് രണ്ട് വാക്ക്. നിങ്ങൾ ബിരിയാണിയെ റെസ്പെക്ട് ചെയ്യുക. ബിരിയാണി എവിടെ കണ്ടാലും വാങ്ങി തിന്നുന്നവന്മാരുണ്ട്. എന്നിട്ട് ഇവന്മാർ തിന്ന് കഴിഞ്ഞിട്ട് ഇവന്മാർ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കുറ്റം പറച്ചിലാണ്. അതിൽ ബിരിയാണിയിൽ അതുപോലെ ഇരുന്ന് മുട്ടയില്ലായിരുന്നു. കുറ്റം പറയുന്ന ഈ ബിരിയാണിയിൽ ഒരു വറ്റ് പോലും അതിലുണ്ടാവൂല. ബിരിയാണി എങ്ങനെയാണ് സാർ ഇത്ര രുചികരമായിട്ട് ഉണ്ടാക്കുന്നത്? ബിരിയാണിയൊക്കെ ഓരോന്നിനും ഓരോ സ്റ്റൈലാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ആളുടെ കൈപ്പുണ്യം, ഉണ്ടാക്കുന്ന ആളുടെ അളവ്, ചേരുവകൾ നമ്മുടെ ഒരു കഴിവ് പോലെ ഇരിക്കും. നമ്മളിവിടെ ബിരിയാണിയുടെ എല്ലാ ചേരുവകളും എടുത്തു വെച്ചിട്ടുണ്ട്. സാർ ഒരു ബിരിയാണി വെച്ച് തന്നാൽ നമുക്ക് ആ ഒരു രുചി ആസ്വദിക്കാമായിരുന്നു. അയ്യോ, എനിക്ക് ബിരിയാണി വെക്കാൻ അറിഞ്ഞൂടാ. വാണ്ട് പറയുന്നല്ലാതെ എനിക്ക് ബിരിയാണി വെക്കാൻ എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. ഞാൻ വാണ്ട് ഇങ്ങനെ പറയും, എല്ലാം ചെയ്യും, എല്ലാം കാണിക്കും. വാണ്ട് ഞാൻ ബിരിയാണി വെക്കും, അല്ലാതെ ബിരിയാണി വെക്കാൻ എനിക്ക് അറിഞ്ഞൂടാ.